kind attention is invited to the reference cited in view of the concerns raised regarding the implementation of the Memorandum of Understanding referred to above. The Council of Ministers of the State decided to constitute a committee from among its members to examine such concerns raised and to submit its report for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU in abeyance. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU in abeyance. Accordingly, Secretary എഴുതിയിരിക്കുകയാണ്, I am directed to inform that the Government of Kerala will await the submission of the report before taking further course of action with respect to the implementation of the MOU. ആ MOU-വിനെ പറ്റി ഉള്ള നിലപാടാണ് LDF ഗവൺമെൻറ് നവംബർ മാസം 12-ാം തീയതി കേന്ദ്രത്തെ അറിയിച്ചത്. അത് LDF കെപ്റ്റ് ഇൻ അബെയൻസ് ആക്കി മാറ്റിവെച്ചതാണ്. ഇതാണ് LDF കൃത്യമായി പറയുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട കൺസേൺസിനെ എല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയിൽ മന്ത്രിമാർ 4 പേർ മെമ്പർമാരായിരുന്നു. ഒരംഗമാണ് സഖാവ് രാജൻ, വേറൊരു അംഗം സഖാവ് പ്രസാദായിരുന്നു, കൺവീനർ ശിവൻകുട്ടിയായിരുന്നു. ആ കമ്മിറ്റിയുടെ തീരുമാനം വരും വരെയും LDF ഗവൺമെൻറ് നടപ്പിലാക്കില്ല. വി വിൽ കീപ്പ് ഇൻ അബെയൻസ് എന്ന് പറഞ്ഞ കാര്യമാണ് PMC. ആ PMC ആണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ഒരു മുഖ്യമന്ത്രി ലീഗിൻ്റെ ഒരു മന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാ അർത്ഥത്തിലും വഞ്ചനയാണ്, വലിയ വഞ്ചനയാണ്. വിജ്ഞാനത്തിൻ്റെ എല്ലാ പ്രകാശഗോപുരങ്ങളെയും RSSൻ്റെ ആജ്ഞക്കടിപ്പെടുത്തുന്ന, എല്ലാ വിദ്യാഭ്യാസ പ്രമുഖങ്ങളെയും അമ്പരപ്പിക്കുന്ന അടിമുടി തെറ്റായ തീരുമാനമാണ് UDF കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും പറയുന്നു, ഇന്ത്യയിലെമ്പാടുമുള്ള വിദ്യാഭ്യാസ പ്രേമികൾ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, AISF മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധമുള്ള AKSTO, അതുപോലെ കോളേജ് അധ്യാപക സെക്രട്ടറി മാത്രമല്ല, ആ നിലപാടിനകത്ത് നിന്നത് ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷവുമാണ്. CPI പോലെ തന്നെ CPM, SFI, കോളേജ് അധ്യാപക സംഘടന, CPM നയിക്കുന്ന സംഘടന, KSTA എന്ന് വേണ്ട ഇടതുപക്ഷ ബോധമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ശക്തികളും, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫോഴ്സസ് ഒരുപോലെ എതിർത്ത ഒരു പദ്ധതിയാണ് PMC. അതിനെയാണ് LDF ഗവൺമെൻറ് കെപ്റ്റ് ഇൻ അബെയൻസ് എന്ന് അറിയിച്ചിരിക്കുന്നത്. അതാണ് പൊടി തട്ടി പുറത്തെടുത്തിരിക്കുന്നത്. എന്ത് ന്യായം പറഞ്ഞാലും ആ ന്യായങ്ങളെല്ലാം തൊഴിൽ ന്യായങ്ങളാണ്. ആരും അത് ഗൗരവമായി കാണുകയില്ല. സത്യത്തിന് മുമ്പിൽ നിർത്തിയാൽ സോപ്പ് കുമളയെ പോലെ പൊട്ടിപ്പോകുന്ന ഈ നയങ്ങളുമായിട്ട് UDF ഗവൺമെൻറ് മുമ്പോട്ട് പോയാൽ കർശനമായും ചെറുക്കുമതിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും എല്ലാ ശേഷിയും സമാഹരിച്ചുകൊണ്ട് ഈ പിന്തിരിപ്പൻ നീക്കത്തെ പരാജയപ്പെടുത്താനായി ജനങ്ങളെ, വിദ്യാർത്ഥികളെ, വിദ്യാഭ്യാസ പ്രേമികളെ ഒന്നടങ്കം അണിനിരത്തുവാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ അറിയിക്കുന്നു. അവർ പറയുന്ന വാദം ഏതോ പണം കിട്ടുമെന്നാണ്. പണം PMCക്ക് കിട്ടുന്നത്
പണം SSKക്കാണ്, സർവശിക്ഷ കേരള. അതുണ്ടായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ബലത്തിലാണ്. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ബലത്തിലുണ്ടായ SSKയുടെ പദ്ധതിക്കായി പണം തരാൻ BJP ഗവൺമെൻറ് ആണെങ്കിൽ പോലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിലുള്ള ഒരു നാട്ടിൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. അതിന് PMC ഒപ്പൊന്നും ബാധകമല്ല. ആ SSKയുടെ ഫണ്ട് കിട്ടിയേ തീരൂ. അതിന് PMCയുമായിട്ട് കൂട്ടിക്കെട്ടുന്ന വാദങ്ങളെല്ലാം അബദ്ധമാണ്, തെറ്റാണ്. ആ പണം ഉപയോഗിക്കേണ്ടത് സിലബസ് മാറ്റാൻ വേണ്ടിയല്ല. അത് ഉപയോഗിക്കേണ്ടത് ടു ഷോക്കേസ് NEP അല്ല. ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത് ഭിന്നശേഷി കുട്ടികൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയാണ്. SSK ഫണ്ടിൻ്റെ ഈ ഗഡു ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്സ് എത്തിക്കാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും. അതിൻ്റെ വേറൊരു പർപ്പസ് യൂണിഫോം കൊടുക്കലാണ്. യൂണിഫോം കൊടുക്കാനും ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാനും ഭിന്നശേഷി കുട്ടികളെ സഹായിക്കാനും വേണ്ടിയുള്ള SSK ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് അതിന് PMCയുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കിയാൽ അത് ഇപ്പോൾ നാട്ടിൽ നിലവിലുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ലംഘനമാണ്. ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ പോകാനും ഒരു വലിയ ലീഗൽ യുദ്ധം നടത്തുവാനും ആർജവം കാണിക്കേണ്ട ഗവൺമെൻറ്റാണ് നാണം കെട്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങി ഇന്നിപ്പോൾ അതിൻ്റെ ബന്ധുവായി മാറിയത്. അതും കേരളത്തിൽ മനസ്സിലാകുന്നുണ്ട്.